പാപത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പാപമെന്നൊക്കെ പറയുന്നത് എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് ഞാനുമായിട്ടുള്ള അവസ്ഥയെപ്പോലും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ പാപത്തിന് താഴ്വര എന്ന് പറയുക. യോനയെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നത് പോലെ തെറ്റ് ചെയ്ത് യോന കപ്പലിലേക്ക് കടന്നു കയറുമ്പോഴേക്കും അത്രയും നേരം ശുഭകരമായിട്ട് യാത്ര നടത്തിയിരുന്ന കപ്പൽ ഏതൊക്കെയോ ഛേദങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നു, ഏതൊക്കെയോ കാറ്റിലേക്കും തിരമാലകളിലേക്കും വലിച്ചെറിയപ്പെടുന്നു. കപ്പിത്താൻ പറയുന്നു, തെറ്റ് ചെയ്തിട്ടും തന്റെ തെറ്റിനെക്കുറിച്ച് കോൺഷ്യസ് അല്ലാത്ത ഉറങ്ങുന്നൊരു മനുഷ്യന്റെ കത്തുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ കപ്പല് ഉലഞ്ഞാടുക. ചില കാലങ്ങളിൽ ഏതൊക്കെയോ വീടുകൾ ഉലയുമ്പോൾ, ഏതൊക്കെയോ സംസ്കാരങ്ങൾ ഉലയുമ്പോൾ, ഏതൊക്കെയോ സമുദായങ്ങൾ ഉലയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, തെറ്റ് ചെയ്തിട്ടും തന്റെ തെറ്റിനെക്കുറിച്ച് ബോധമില്ലാതെ ആരും ഇതിനകത്ത് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ തെറ്റെന്നൊക്കെ പറയുന്നത് എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് ഞാനുമായിട്ടുള്ള അവസ്ഥയെപ്പോലും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണിത്. നെഗറ്റീവായ വൈബ്രേഷൻസ് നൽകുന്ന ഒന്നാണിത്. ശുഭകരമായിട്ടുള്ള കപ്പലിനെ ഛേദങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒന്നാണിത്. ബൈബിൾ പുതിയ നിയമത്തിൽ നമ്മൾ പിലാത്തോസിന്റെ ഭാര്യയായ ക്ലോഡിയയെ കണ്ടുമുട്ടുന്നു. ക്ലോഡിയ പിലാത്തോസിന് കത്തെഴുതുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വിധിച്ച നീതിമാൻ, നിങ്ങൾ വിധിക്കാൻ പോകുന്ന നീതിമാൻ ഇന്ന് രാത്രിയിൽ ഉറക്കത്തിൽ വന്നിട്ട് എന്റെ ഉറക്കം കെടുത്തി. നിങ്ങൾ വിധിക്കാൻ പോകുന്ന നീതിമാൻ. അപ്പോൾ വിധിക്കുന്നതും വധിക്കുന്നതും ഒടുവിൽ കൈകഴി മാറുന്നതും ഒക്കെ ക്ലോഡിയയാണ്. പക്ഷെ ഉറക്കം നഷ്ടപ്പെടുന്നത് പിലാത്തോസാണ്. പക്ഷെ ഉറക്കം നഷ്ടപ്പെടുന്നത് ക്ലോഡിയായി കാണാം. നിങ്ങൾ വിധിക്കാൻ പോകുന്ന നീതിമാൻ വന്നിട്ട് എന്റെ ഉറക്കം കെടുത്തുന്നു. ഇത് നമ്മളുടെ മാത്രം വിശ്വാസമല്ല. വ്യത്യസ്തമായ ഗോത്രങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമാനമായ വിശ്വാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അരേരെന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരു ഗോത്രമുണ്ട്. മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര്. ഇവരുടെ ശക്തമായ ഒരു വിശ്വാസം ഇതാണ്: കടലിൽ ജോലിക്ക് പോകുന്ന അരയന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് കൂരയിലിരിക്കുന്ന അവന്റെ സഖിയുടെ വിശ്വസ്തയാണെന്ന്. ചെമീൻ എന്ന് പറയുന്ന നോവൽ പോലും എഴുതപ്പെട്ടിരിക്കുന്നത് ഇത്തരമൊരു വിശ്വാസത്തിന്റെ ഫൈബറിൽ നിന്നുകൊണ്ടാണ്, തന്തുവിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ പാപമെന്ന് പറയുന്നത് താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയാണ്. ഓരോ ചുവടും കൂടുതൽ കൂടുതൽ അധമമായ അവസ്ഥയിലേക്ക്. സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. ഈ താഴ്വാരങ്ങളിൽ എവിടെയോ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൻ നമ്മളോട് ചോദിക്കുന്നു, ആദം, നീ എവിടെയാണ്? എന്റെ വിശുദ്ധിയുടെ സങ്കല്പങ്ങളും നിന്റെ അവിശുദ്ധിയുടെ കർമ്മങ്ങളും തമ്മിൽ എന്തേ പൊരുത്തപ്പെടാതെ പോകുന്നു? പാപത്തെക്കുറിച്ച് പറയുന്നത് അമിതമായ കുറ്റബോധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. കുറ്റബോധം മറ്റൊരു കല്ലാണ്, നൃത്തത്തിൽ നിങ്ങൾ തടയുന്ന മറ്റൊരു കല്ല്. അമിതമായ ഗിൽട്ട് ഉണ്ടാക്കാൻ വേണ്ടിയല്ല പാപത്തെക്കുറിച്ച് പറയുക, മറിച്ച് ദൈവത്തിന്റെ കനിവില് എന്റെ ഇടർച്ചകൾക്കും ഇടമുണ്ടെന്ന് കാട്ടാൻ വേണ്ടി. ദൈവം, ക്രിസ്തു പഠിപ്പിക്കുന്ന ദൈവമെന്ന് പറയുന്നത് മനുഷ്യന്റെ അപൂർണതകളെ തള്ളിപ്പറയുന്നവനല്ല, അപൂർണതകളെ അണച്ചു പിടിക്കുന്നവനാണ്. പഴയകാല യഹൂദ സങ്കല്പത്തിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഏറ്റവും പൂർണ്ണമായത് മാത്രമേ ദൈവത്തിന് ഇഷ്ടമാവുകയുള്ളൂ എന്ന്. ഇത്തരം ചില സങ്കല്പങ്ങളെ ക്രിസ്തു മാറ്റിമറിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ കൊണ്ടുവരുന്ന കാഴ്ചവസ്തുക്കളെ സ്ക്രൂട്ടിനി ചെയ്യാൻ വേണ്ടി ഒരു സംഘം പുരോഹിതന്മാരുണ്ടായിരുന്നു. നിങ്ങൾ കൊണ്ടുവരുന്ന അരിപ്രാക്കളുടെ ചിറകിൽ നിന്ന് ഒരു തൂവലെങ്കിലും കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബലിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. കൊണ്ടുവരുന്ന ചെമ്മരാട്ടിൻ പറ്റങ്ങളിൽ ഒന്നിന്റെയെങ്കിലും രോമം കത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബലിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. ജലം കൊഴിഞ്ഞ പൂക്കളെയും പുഴുക്കുത്തേറ്റ ഫലങ്ങളെയും ഒക്കെ ബലിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. എന്നാൽ ക്രിസ്തു ആവട്ടെ ഇത്തരം സമർപ്പണ സങ്കല്പങ്ങളെ ദേവാലയ വാണിപ്പക്കാരന്റെ മേശയെപ്പോലെ തകടം മറിക്കുന്നു. അവൻ പറഞ്ഞു, കൊണ്ടുവരിക മുടന്തനായ ആട്ടിൻകുട്ടിയെ, കൊണ്ടുവരിക ചിറകൊടിഞ്ഞ അരിപ്രാക്കളെ, കൊണ്ടുവരിക പുഴുക്കുത്തേറ്റ ജന്മങ്ങളെ. ക്രിസ്തു മനുഷ്യന്റെ അപൂർണതകളെ പരിഹസിക്കുന്നില്ല, അപൂർണതകളെ അണച്ചുപിടിക്കുന്നു. ദേവാലയ ഭണ്ഡാരത്തിന്റെ കഥ നമുക്കറിയാം. രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ ഉപേക്ഷിക്കപ്പെടുന്ന അതേ ഭണ്ഡാരത്തിന് മുമ്പായിട്ട് തന്റെ കൈവശമുള്ളൊരു ചെമ്പ് തൊട്ട് ആരും കാണരുത് പ്രാർത്ഥനയോടുകൂടി ഒരു സ്ത്രീ നിൽക്കുന്നു. ക്രിസ്തു പറയുന്നു, ഈ ചെമ്പ് തൊട്ട് എല്ലാ കാലങ്ങളിലേക്കും ഓർമ്മിക്കപ്പെടും. വലിയ വലിയ വിശുദ്ധര്, വലിയ വലിയ ജ്ഞാനികള്, വലിയ വലിയ യോഗികള്, ഞാൻ ഏതൊക്കെയോ വിശുദ്ധിയുടെ രത്നങ്ങളും വജ്രങ്ങളും ഉപേക്ഷിക്കുന്ന അതേ ഭണ്ഡാരത്തിന് മുമ്പാകെ ഞാനും നിൽക്കുകയാണ്. കൈവശമുള്ളത് ജീവിതം പോലെ ക്ലാവ് പിടിച്ച ഒരു ചെമ്പ് തൊട്ടാണ്. ക്രിസ്തു ഈ ചെമ്പ് തൊട്ടിനെ പരിഹസിക്കുന്നില്ല. ക്രിസ്തു മനുഷ്യന്റെ അപൂർണതകൾ അറിയുന്നവനാണ്. ക്രിസ്തു മനുഷ്യന്റെ അപൂർണതകൾ അണച്ചു പിടിക്കുന്നവനാണ്. പക്ഷേ ഈ അപൂർണതയുടെ കാലത്തിലും അവൻ നമുക്കൊരു സ്വപ്നം തരുന്നുണ്ട്. എന്റെ പിതാവിനെ പോലെ പരിപൂർണാവുക. എന്നെ കണക്ക് പോലുമല്ല, എന്റെ പിതാവിനെ കണക്ക് പരിപൂർണാവുക.
ഏതൊക്കെയോ അപൂർണതകളിലൂടെ ഇടറി നടക്കുമ്പോൾ അവൻ പറയുന്നു, ബി പെർഫെക്റ്റ് ലൈക്ക് മൈ ഹെവൻലി ഫാദർ, എന്റെ പിതാവിനെ പോലെ. ആൻഡ് വി ഡെയർ ടു ഡ്രീം. സ്വപ്നം കാണാൻ നമ്മൾ ധൈര്യപ്പെടുന്നുണ്ട്. അപൂർണതയിലൂടെ നടക്കുന്നവന് ഒരു സ്വപ്നമാണ് അവൻ തരിക, പൂർണ്ണതയുടെ ഒരു സ്വപ്നം. ഇടറി വീഴുന്ന നിമിഷങ്ങളുണ്ട്, പക്ഷെ അവൻ നമ്മളെ വെറുക്കുന്നില്ല. നടക്കാൻ പഠിക്കുന്ന കുട്ടി വീണതിന്റെ പേരിൽ ഇന്നോളം ഒരു അപ്പനും അമ്മയും തന്റെ കുഞ്ഞിനെ വെറുത്തിട്ടില്ല. ഏതൊക്കെയോ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയ തെറ്റുകളൊക്കെ അവൻ പൊറുക്കുന്നുണ്ട്. എല്ലാ അറിവുണ്ടായിട്ടും വളർച്ച പ്രാപിച്ചിട്ടും വീഴുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ വീഴുമ്പോൾ നമ്മൾ വേദനിക്കാറുണ്ട്. ദൈവത്തിന്റെ മനസ്സ് ഒരുപക്ഷെ വേദനിക്കുകയാവാം, ശപിക്കുകയല്ല. അവൻ ഒരിക്കൽ അവൻ നമ്മളെ കനിവോട് കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഇറച്ചുകൾ അവൻ വേദനയോട് കാണുന്നുണ്ട്. ആദം, നീ എവിടെയാണ്? ഓർമ്മിക്കുക, തെറ്റുകളെക്കുറിച്ച് പറയുന്നത്, പാപത്തെക്കുറിച്ച് പറയുന്നത് അമിതമായ കുറ്റബോധങ്ങൾ മനസ്സുണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഒരു സ്വപ്നമുണ്ടാകാൻ വേണ്ടിയാണ്. പൂർണ്ണതയുടെ ഒരു സ്വപ്നം. ബി ഡെയർ ടു ഡ്രീം. ജോൺ പൗൽ പറയുന്നൊരു കുഞ്ഞു കഥയുണ്ട്. ഒരു പെൺകുട്ടി, അവളുടെ ഭൂതകാലം എന്ന് പറയുന്നത് തെറ്റുകളുടെ ആകത്തുകയാണ്. മനസ്സുമടുത്ത് ഇവൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കടലോരത്ത് നിന്നുകൊണ്ട് കടലിലേക്ക് കുതിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, തിരിഞ്ഞു നോക്കുക. ഇവൾ തിരിഞ്ഞു നോക്കി. ഇവൾ നടന്നു വന്ന വഴികളിൽ ഈ തീരത്ത് ഇവളുടെ കാൽപ്പാടുകൾ. ഇവൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കടലിൽ നിന്ന് തിര വന്നിട്ട് സൗമ്യമായി വന്നിട്ട് ഈ വിരൽ ചിത്രങ്ങളെ, ഈ കാൽപ്പാടുകളെ തുടച്ചു മാറ്റിയിട്ട് വീണ്ടും കടലിലേക്ക് മടങ്ങിപ്പോയി. കുട്ടി വൃത്തിയാക്കിയ ഒരു സ്ലേറ്റ് പോലെ തീരം. ഇവള് ഈ മണൽത്തിട്ടയിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്റെ ഭൂതകാലത്തിന്റെ വിരൽ ചിത്രങ്ങളെ സൗമ്യമായിട്ട് തുടച്ചു മാറ്റുന്ന വൻ കൃപയാണ് നീ, വെൺ തിരയാണ് നീ. എന്റെ ഭൂതകാലത്തിന്റെ വിരൽ ചിത്രങ്ങളെ സൗമ്യമായിട്ട് തുടച്ചു മാറ്റുന്ന വൻ കൃപയാണ് നീ, വൻ തിരയാണ് നീ. മറ്റൊരു വാക്കിൽ പ്രവാചകൻ പറഞ്ഞ ഇത് തന്നെയാണല്ലോ, നിന്റെ പാപം കടുംചമപ്പ് പോലുള്ളതാണെങ്കിലും ഞാനതിനെ വെൺമഞ്ഞു പോലെയാക്കും. എന്റെ ഭൂതകാലത്തിന്റെ വിരൽ ചിത്രങ്ങളെ സൗമ്യമായിട്ട് തുടച്ചു മാറ്റുന്ന വൻ കൃപയാണ് ഞാൻ, വൻ കൃപയാണ്, വെൺ തിരയാണ് നീ. ഏതൊക്കെയോ താഴ്വാരങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കുകയാണ്, പൂർണ്ണതയുടെ സ്വപ്നം. നമുക്ക് മനസ്സിൽ എവിടെയാണ് എത്തിയിരിക്കുന്നത് സ്വയം എന്ന് ചോദിക്കുക. ആദം, നീ എവിടെയാണെന്ന ചോദ്യത്തിന് മനസ്സുകൊണ്ട് ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ദൈവത്തിന്റെ വിശുദ്ധിയുടെ സങ്കല്പങ്ങളും എന്റെ ജീവിതത്തിന്റെ ചട്ടങ്ങളും തമ്മിൽ ടാലി ചെയ്യുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് ധ്യാനിക്കുക. ആദം, നീ എവിടെയാണ്? നമുക്ക് നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചൊരു മാനദണ്ഡമുണ്ട്. അവർ നമ്മളെ വീക്ഷിക്കുന്നത് കണക്കോ നമ്മൾ വീക്ഷിക്കുന്ന കണക്കോ ഒക്കെ എന്താണ് വിശുദ്ധിയുടെ അടിസ്ഥാന മാനദണ്ഡം? ഈശ്വരന്റെ സങ്കല്പങ്ങളുമായിട്ട് അവന്റെ മനസ്സുമായിട്ട് എന്റെ മനസ്സ് പൊരുത്തപ്പെടുന്നുണ്ടോ? ഒരു ഗായകനുണ്ടായിരുന്നു. ഇവന്റെ അരങ്ങേറ്റ ദിവസമാണ്. ഒത്തിരി നാളത്തെ പഠനങ്ങൾക്ക് ശേഷം ഇവന്റെ അരങ്ങേറ്റമാണ്. നിറഞ്ഞ ഓഡിറ്റോറിയം. ഇവനൊരു കീർത്തനം ആലപിക്കുന്നു. ഓഡിറ്റോറിയത്തിലുള്ള മുഴുവൻ മനുഷ്യരും എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് കരഘോഷം മുഴക്കുക, നിലക്കാത്ത കരഘോഷം. പക്ഷെ ഇവന്റെ കണ്ണുകളിലേക്ക് പെട്ടെന്ന് നനവ് പടരുന്നത് ഇവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു. മറ്റൊരു ഗാനം പാടുന്നു. ഓരോന്നിനും ആൾക്കൂട്ടം പിന്നെയും ജീർ വിളിച്ചുകൊണ്ട് കരഘോഷം മുഴക്കുകയാണ്. ഒടുവില് കീർത്തനങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ ഇവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇവന്റെ കൂട്ടുകാർ ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? മുഴുവൻ പേരും നിനക്ക് വേണ്ടി കരഘോഷം മുഴക്കുമ്പോൾ നിന്റെ കണ്ണുകൾ മാത്രം നനഞ്ഞത് എന്തുകൊണ്ട്? ഇവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, എന്നെ സംഗീതം പഠിപ്പിച്ച എന്റെ ഗുരു ഈ ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പുറകിലായിട്ട് ഒരൊറ്റ കസേരയിലായിട്ട് മാറിയിരിപ്പുണ്ടായിരുന്നു. ഓരോ കീർത്തനങ്ങൾ കഴിയുമ്പോഴേക്കും ഞാൻ മിഴികൾ ഉയർത്തിയിട്ട് അവന്റെ മിഴികളിലേക്ക് നോക്കും. ആ കണ്ണുകളിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഒരു സ്പാർക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട്, എന്നെ അഭിനന്ദിക്കുന്നതിന്റെ ഒരു സ്പാർക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ആ കണ്ണുകളാവട്ടെ വിഷാദഭരിതങ്ങളായിരുന്നു. എന്നെ ആശംസിക്കുന്ന, എന്നെ അഭിനന്ദിക്കുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്പാർക്ക് പോലും ആ മിഴികളിലില്ലായിരുന്നു. പിന്നെ എങ്ങനെ എനിക്ക് പൊട്ടിക്കരാതിരിക്കാനാവും? വിശുദ്ധിയുടെ മാനദണ്ഡവും സമാനമാണ്. ഏതൊക്കെയോ എന്റെ ചട്ടങ്ങളനുസരിച്ച് ഞാൻ നല്ലവനായിരിക്കാം, എന്റെ സമൂഹത്തിന് മുമ്പിൽ ഞാൻ നല്ലവനായിരിക്കാം. പക്ഷേ ഗുരുവിന്റെ കണ്ണുകളിൽ ഞാൻ നീതീകരിക്കപ്പെടുന്നുണ്ടോ? ഗുരുവിന്റെ മിഴികളിൽ ഞാൻ നീതീകരിക്കപ്പെടുന്നുണ്ടോ? ഗുരുവിന്റെ മിഴികളിൽ നീതീകരിക്കപ്പെടാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. മൂന്നാമതായിട്ട്, വളഞ്ഞ വഴികൾ നേരെയാക്കുക.
ബൈബിളില് പൊറുക്കപ്പെടാത്ത പാപമായിട്ട് കരുതപ്പെടുന്നത് കാപട്യമാണ്. ജീവിതത്തിലെ വളഞ്ഞ വഴികൾ കൊണ്ട് നടക്കുന്നവര്. നമുക്കറിയാം, ക്രിസ്തു എല്ലാവരെയും തന്നെ നെഞ്ചോട് അണച്ചു പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ മോചനത്തിന് കനിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്ന് പുറത്തായ ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകളിൽ തീയും ഗന്ധകവുമുണ്ട്. കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം, കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം. അവന്റെ വാക്കുകളിലേക്ക് തീയും ഗന്ധവും ഒക്കെ കടന്നു വരുന്നു. ബൈബിൾ പൊറുക്കാതെ പോകുന്ന ഏറ്റവും വലിയ പാവമാണ് കാപട്യമെന്ന് പറയുക. ബൈബിൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു, എന്നാൽ ആത്മാവിനെതിരായ പാപം മാത്രം പൊറുക്കപ്പെടുന്നില്ല എന്ന്. അന്നോട്ട് ഇന്നോളം ബൈബിൾ പണ്ഡിതന്മാരെ ഏറ്റവും കുഴപ്പിക്കുന്ന പ്രശ്നമായിരുന്നു ഇത്. എല്ലാം പുറത്തിട്ടും പിന്നെ പൊറുക്കാതെ പോകുന്ന ഈ ആത്മാവിനെതിരായ പാപം എന്താണ്? അവരുടെ ഏറ്റവും പ്രധാന അനുമാനങ്ങളിലൊന്ന് ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പിൽ മൂടുപടം അണിഞ്ഞു നിൽക്കുക, മുഖപടം അണിഞ്ഞു നിൽക്കുക, മാസ്ക് അണിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ആത്മാവിനെതിരായ പാപം. മനുഷ്യന്റെയും ദൈവത്തിന്റെയും മുമ്പിൽ നിങ്ങൾ മുഖപടം അണിഞ്ഞു നിൽക്കുകയാണ്. ഇത് മാത്രം പൊറുക്കപ്പെടുന്നില്ല. ബൈബിളില് ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുന്ന കഥ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പാതയോരത്തെ ഒരു അത്തിവൃക്ഷം, ഗുരുവും ശിഷ്യന്മാരും കൂടി അത്തിയുടെ ചാരയെത്തുന്നു. കനികളുണ്ടോ എന്ന് ഗുരു മിഴിയുയർത്തി നോക്കുന്നു. കനികളില്ല എന്നറിയുമ്പോൾ ഇവർ യാത്ര തുടരുന്നു. തിരികെ വരുമ്പോൾ ഈ അത്തി ഒരു പിടി ചാരമായി മാറിയിട്ടുണ്ട്. നമ്മളെ വല്ലാതെ കുഴപ്പിക്കുന്ന പ്രശ്നമാണിത്. കനിവ് തന്നെയായ ഗുരു എന്തിനായിരിക്കാം ഈ അത്തിയെ ശപിച്ചത്? പ്രത്യേകിച്ച് ഈ സംഭവം രേഖപ്പെടുത്തിയ സുവിശേഷകൻ ഒരു വരി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് അത്തികൾ പൂക്കുന്ന കാലമല്ലായിരുന്നു, ഇത് അത്തികൾ പൂക്കുന്ന കാലമല്ലായിരുന്നു. കരുടെ മാംസം ധരിച്ച ഗുരു, ഭൂമിയിലെ ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്തവൻ, ഒരു പൂവിനെ പോലും നുള്ളി നോവിക്കാത്തവൻ, അവൻ എന്തുകൊണ്ടായിരിക്കാം ഈ അത്തിയെ ശപിച്ചത്? അതും പൂക്കാതെ പോയൊരു അത്തി, വേറെ ഒരു അത്തിയും പൂക്കാതെ പോയ കാലത്തില്. പൂക്കുന്ന കാലത്തില് ഒരു അത്തി പൂക്കാതെ പോവുക എന്ന് പറയുന്നത് ഗൗരവമായ അപരാധമായിരിക്കാം. പക്ഷെ ഇത് അത്തികൾ പൂക്കാത്ത കാലമായിരുന്നു. ഇതിനെക്കുറിച്ചുമുണ്ട് ചിന്തകന്മാർക്ക് ഒത്തിരി വീക്ഷണങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അനുമാനം ഇതാണ്, ഹൈപ്പോസിസ് ഇതാണ്: ഈ അത്തി അതിന്റെ പച്ചപ്പുകൾ കൊണ്ട്, അതിന്റെ ഇലകളുടെ സമൃദ്ധി കൊണ്ട് വഴിയോര യാത്രക്കാരെ കബളിപ്പിച്ചിരുന്നു അത്രേ. ഈ അത്തി അതിന്റെ പച്ചപ്പുകൾ കൊണ്ട്, അതിന്റെ ഇലകളുടെ സമൃദ്ധി കൊണ്ട് വഴിയോര യാത്രക്കാരെ കബളിപ്പിച്ചിരുന്നു അത്രേ. ഏതൊക്കെയോ സമൃദ്ധിയുടെ പച്ചപ്പുകൾ നിൽക്കുമ്പോൾ, ഏതൊക്കെയോ വിശുദ്ധിയുടെ പച്ചപ്പുകൾ അണിഞ്ഞു നിൽക്കുമ്പോൾ, ഏതൊക്കെയോ സ്നേഹത്തിന്റെ പച്ചപ്പുകൾ അണിഞ്ഞു നിൽക്കുമ്പോൾ ഗുരു ചോദിക്കുന്നു, ഫലമുണ്ടോ? നിന്റെ പുറത്ത് കാട്ടുന്ന ഈ വിഷനും, നിന്റെ പുറത്ത് കാട്ടുന്ന ഈ പച്ചിലകളും നിന്റെ കർമ്മവുമായിട്ട് എന്തേ പൊരുത്തപ്പെടാതെ പോകുന്നു? കാപട്യത്തിന്റെ പേരിലാണ് ഈ അത്തി ശപിക്കപ്പെടുക. വളഞ്ഞ വഴികൾ നേരെയാക്കുക. വളഞ്ഞ വഴികളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഗൗരവമായിട്ടുള്ള കാപട്യങ്ങളൊന്നുമല്ല ഉദ്ദേശിക്കുക. വാത്സല്യമില്ലാതെ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ചുംബിക്കുന്നത് പോലും കപടതയാണ്. പ്രണയമില്ലാതെ രതിയിൽ ഏർപ്പെടുന്നത് കാപട്യമാണ്. മനസ്സിൽ നന്മയില്ലാതെ പുഞ്ചിരിക്കുന്നത് കാപട്യമാണ്. ഉള്ളിൽ ഈശ്വരനില്ലാതെ സ്തോത്രഗീതങ്ങൾ പാടുന്നത് കാപട്യമാണ്. മനസ്സും വാക്കും ചിന്തയും തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്ന ഇടങ്ങളൊക്കെ കാപട്യത്തിന്റെ അടയാളങ്ങളാണ്. വളഞ്ഞ വഴികൾ നേരെയാക്കുക. വാത്സല്യമില്ലാതെ കുഞ്ഞിനെ ചുംബിക്കുന്നത്, പ്രണയമില്ലാതെ രതിയിൽ ഏർപ്പെടുന്നത്, ഉള്ളിൽ ദൈവമില്ലാതെ സ്തോത്രഗീതങ്ങൾ പാടുന്നതൊക്കെ നമ്മൾ അണിയുന്ന മുഖങ്ങളാണ്. സോഷ്യൽ മാസ്കുകൾ നമ്മൾ വിളിക്കുന്ന ഒരു മനഃശാസ്ത്രത്തിനകത്തുണ്ട്. നമ്മൾ അണിയേണ്ടി വരുന്ന ചില സാമൂഹ്യ മുഖംമൂടികൾ. ദൈവത്തിന്റെ മുമ്പിൽ എന്തുമാത്രം നഗ്നനായിട്ട് നമുക്ക് നിൽക്കാനാവുമോ അത്രയും നഗ്നനായി നിൽക്കാൻ കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. ജീവിതത്തിലെ വളഞ്ഞ വഴികൾ നേരെയാക്കുക. കാപട്യത്തിന് ഒരു പുഞ്ചിരി പോലും കൈവശമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കാനായിട്ട് ഉള്ള കൃപ നമുക്കുണ്ടാവട്ടെ. കൃപയെന്ന് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുക. കൃപ. ജീവിതത്തിലെ വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കാൻ കൃപ അവൻ നമുക്ക് തരട്ടെ. എവിടെയൊക്കെ മനുഷ്യർ വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നുണ്ടോ അവരുമൊക്കെ മറ്റാരുടെയോ വളഞ്ഞ വഴികളുടെ കരുക്കളായിട്ട് മാറുന്നുണ്ട്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. എല്ലാ പ്രവർത്തികൾക്കും തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനം എന്ന് പറയുന്ന പ്രകൃതിയുടെ നിയമം, ഈശ്വരൻ നൽകിയിട്ടുള്ള നിയമം. ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഈ വളഞ്ഞ വഴികൾ കൊണ്ട് നടക്കുക? ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമ്മുടെ വാക്കും കർമ്മവും തമ്മിൽ പൊരുത്തപ്പെടാതെ പോവുക? സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് ഉള്ളിൽ സ്നേഹമില്ലാതെ പോവുക, ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് ഉള്ളിൽ ഇഷ്ടമില്ലാതെ പോവുക, പുഞ്ചിരിച്ചിട്ട് ഉള്ളിൽ നന്മയില്ലാതെ പോവുക, സ്തോത്രഗീതങ്ങൾ പാടിയിട്ട് ഉള്ളിൽ ദൈവമില്ലാതെ പോവുക. എവിടെയൊക്കെയാണ് നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാത്തത്? ആ ഇടങ്ങളെ
സ്നേഹപൂർവ്വം ദൈവത്തിന് മുമ്പിൽ നിന്ന് ഓർമ്മിച്ചുകൊണ്ട് ആ ഇടങ്ങളെ തൊട്ട് വിശദീകരിക്കാൻ വേണ്ടി അവനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ ജീവിതത്തിലെ വളഞ്ഞ വഴികൾ നേരെയാക്കാനുള്ള കൃപ തരണമേ. ഓർമ്മിക്കുക, ദൈവം നേർരേഖകളുടെ മാത്രം സഞ്ചരിക്കുന്നവനാണ്. നേർരേഖകളുടെ മാത്രം. നാലാമതായിട്ട്, പരിപരുത്തവയെ മൃദുലമാക്കുക. പ്രവാചകൻ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഉള്ളില് ഒരു കല്ലുണ്ട്, ഈ കല്ലിനെ ഞാൻ എടുത്തു മാറ്റിയിട്ട് നിനക്ക് മാംസളമായ ഹൃദയം തരാം.